3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്സ് വളരെ നന്നായി വിഷ്വലൈസ് ചെയ്ത് തന്നെ പഠിപ്പിക്കാൻ പറ്റും. ഒന്ന്, നമ്മൾ ഡയഗ്രാംസ് അതുപോലെ ചാർട്ടുകളൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുക. 2, നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റുമായി കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന വീഡിയോസ് ഉണ്ടാവും. മറ്റു തരത്തിലുള്ള ഡിജിറ്റലായിട്ട് ഉപയോഗിക്കാവുന്ന വിഷ്വൽ എയ്ഡ്സ് നമുക്ക് ഉപയോഗിക്കാം. മൂന്നാമത്തേതായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ ഇത്തരം സംഗതികൾ ഉണ്ടാക്കാൻ അവരുടേതായ വരകൾ, ചിത്രം വരകള്, അതുപോലെ വീഡിയോ മേക്കിംഗ്, ഇതിനെ വിഷ്വലൈസ് ചെയ്യുന്ന അവരെ കൊണ്ട് ഉണ്ടാക്കിക്കുന്ന കാര്യങ്ങൾ കൂടെ ചെയ്യുക. ഈ 3 കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ മാത്സ് എന്താണ് എന്ന് അവർക്ക് കേട്ട് മനസ്സിലാക്കുന്നതിനപ്പുറത്ത്, ചെയ്ത് മനസ്സിലാക്കുന്നതിനപ്പുറത്ത് അതിൻ്റെ ഒരു വിഷ്വലൈസേഷനും കൂടെ കിട്ടും. എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അവർക്ക് പറ്റും. അത്തരത്തിൽ ഉള്ള സാധ്യതകൾ ഏതൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാവുന്നതെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.